ഈ ഭൂമി എത്ര മനോഹരമാണ്. എല്ലാ ജീവജാലങ്ങളെയും ഇണകളായി ദൈവം സൃഷ്ടിച്ചു. സൃഷ്ടിപ്പിൻ്റെ സൗന്ദര്യം, പ്രകൃതിയുടെ മനോഹാരിത. ഇന്ന് വനിതാ ദിനം. സ്ത്രീയായി ഈ ഭൂമിയിൽ പിറന്നതിനാലും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിനാലും ഈ കുറിപ്പ് ഇവിടെ സമർപ്പിക്കട്ടെ. പൂവായും കാറ്റായും മഴയായും സ്ത്രീയെ വാഴ്ത്തിപ്പാടാത്ത കവികളും കവിതകളും ചുരുക്കം. ജെൻഡർ ഇക്വാളിറ്റി കത്തിക്കയറുന്ന സമയമാണേ. ഈ സാഹചര്യത്തിൽ ഇതെഴുതുമ്പോൾ അല്പം പേടിയുണ്ട്. ആശയാധിക്യം കൊണ്ട് സോഷ്യൽ മീഡിയ നിറഞ്ഞു കവിയുമ്പോൾ എല്ലാവർക്കും അവരവരുടേതായ ചിന്താധാരകളുണ്ട് എന്നതിനെ ഞാൻ മാനിക്കുന്നു. എൻ്റെ ചിന്താധാര എന്താണെന്നല്ലേ? വിത്ത് മുളച്ച് തൈയാകുമ്പോഴും വളരാനാകുന്ന വിധം കീടബാധയില്ലാതെ സുരക്ഷിത കാലാവസ്ഥ ഉണ്ടാകണം. തളിർക്കാനും ചെടിയാകാനും ശിഖരങ്ങളും ചില്ലകളും ചേർന്ന് മരമാകാനും മാമരമാകാനും കായ്ക്കാനും പൂക്കാനും അനുയോജ്യമായ കാലവും കാലാവസ്ഥയും വേണമെന്നതാണ് സത്യം. കൂടെ സുരക്ഷിതത്വവും. കീടബാധയേറ്റാൽ വളർച്ചയ്ക്ക് ഭംഗമേകും. ചില്ലകളിൽ ഇത്തിൽ കണ്ണി കൂടുകൂട്ടിയാൽ ജീവിതമേ മുരടിക്കും എന്നതുപോലെ സുരക്ഷിതമായി വളരാനും വികസിക്കാനും നന്മകൾ കൈപ്പിടിയിലൊതുക്കാനും കഴിയുന്ന കാലത്തിൽ മാത്രമാണ് സ്ത്രീക്ക് വിജയം എന്നു ഞാൻ വിശ്വസിക്കുന്നു. തൈയുടെ സുരക്ഷിതത്വമാണ് മരമാകാൻ അനുവദിക്കുന്നത് എന്നതുപോലെ വളരാനുള്ള സുരക്ഷിത വഴികൾ തുറക്കുന്ന കുടുംബവും കുടുംബ സംവിധാനങ്ങളും സന്തോഷകരമായ വളർച്ചയ്ക്ക് അനിവാര്യമല്ലേ? കുടുംബമില്ലാത്തതാണ് സ്വാതന്ത്ര്യം എന്ന പഠനം എങ്ങനെ ഉണ്ടായി? കുടുംബത്തിനുള്ളിലെ അസ്വാരസ്യമാണോ കാരണം? ഫ്രീഡം ആഘോഷിക്കുന്നതിനിടയിൽ ചിന്തിക്കാൻ അല്പസമയം ഇരുന്നാൽ കണ്ണു നിറഞ്ഞ് കാഴ്ച മറയാതിരിക്കാൻ ഉതകുമെന്ന് തോന്നുന്നു. എങ്ങനെയും വിഹരിക്കാം എന്നതിലല്ല സ്വാതന്ത്ര്യം. സുരക്ഷിതമായി വിഹരിക്കാനുള്ള വഴികൾ തുറക്കുന്ന സ്വാതന്ത്ര്യമല്ലേ വേണ്ടത്? പാശ്ചാത്യൻ്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത സ്വാതന്ത്ര്യം പാശ്ചാത്യൻ്റെ ആശയങ്ങൾക്ക് അടിയറവ് വയ്ക്കുമ്പോൾ മാറുമറയ്ക്കാൻ അവകാശത്തിനായി പോരാടിയ കേരളം പണ്ട്, മാറുമറയ്ക്കാതിരിക്കാൻ പോരാടുന്ന കേരളം ഇന്നും. ഇതിൻ്റെ പേരാണോ സ്ത്രീ സ്വാതന്ത്ര്യം? തെറ്റുകളുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. ഇത് എൻ്റെ ചിന്താധാരയാണേ. ഹാപ്പി വുമൻസ് ഡേ.